ലൈവിൽ ഇപ്പോ കുറുക്കൻ എന്നൊരു വാക്ക് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിലും ആ ഒരു വാക്കായിരുന്നു ചർച്ച. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗബ്രിയാണ് അത് എടുത്തിട്ടത്. വലിയ മീനിങ് ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, വളച്ചൊടിച്ചാണ് പറയുന്നത് എപ്പോഴത്തെയും പോലെ. അപ്പൊ രതീഷ് പറയുന്നു, അങ്ങനെ നോക്കിയാൽ നീയാണല്ലോടെ ചക്ക ഈ വീട്ടിലെ ഏറ്റവും വലിയ കുറുക്കൻ എന്ന്. അപ്പൊ ഗബ്രി ആകെ ട്രിഗർ ആവുന്നുണ്ട്, പൊട്ടുന്നുണ്ട് മൊത്തത്തില്. നിങ്ങൾ കുരുട്ടുപുതി ഇറക്കി ഒരാഴ്ച കൊണ്ട് വീട്ടിൽ പോയിരുന്നത് പോലെ അല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് വീട്ടിൽ പോയിരുന്നത് പോലെയാണ്, നിങ്ങളാണ് ഏറ്റവും വലിയ കുറുക്കൻ എന്ന് പറയുന്നു. അപ്പൊ സിജോ പറയുന്നു, പവർ റൂം കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ പലരും പുറത്തു പോയേനെ. രതീഷ് ഏട്ടനെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ച ഒരാളെന്ന നിലയിൽ തന്നെ ഞാൻ പറയുവാണ്, നിങ്ങൾ ഈ വീട്ടിലെ 19 പേരില് 19ാമതല്ല. ആദ്യത്തെ ആഴ്ചയിൽ രതീഷ് ഏട്ടൻ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കി, പക്ഷെ ഒന്നിനും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ സിജോ പറയുന്നു. അപ്പോ ജാസ്മിനും ഗബ്രിയും പറയുന്നു, ഇയാളുമായിട്ട് അലച്ചതിനെ ഒന്നും കോണ്ടന്റ് ആക്കാൻ പറ്റില്ല, അത് കോണ്ടന്റ് എന്ന് വിളിക്കരുത്, അതൊന്നും കോണ്ടന്റ് അല്ല എന്ന് പറയുന്നു. ഗബ്രിക്കും ജാസ്മിൻ രതീഷിനെ ഒടുക്കത്തെ പേടിയാണ്. പുള്ളി അവിടെ നിന്നാൽ ചീട്ട് കീറാൻ പോകുന്നത് അവരുടെ രണ്ടുപേരുടെയും തന്നെയായിരിക്കും. രതീഷ് ഇന്നലെ പറഞ്ഞ പോലെ കഷ്ടകാലം ആരംഭിക്കും. അത് ഗബ്രിക്കും അറിയാം, ജാസ്മിനും നല്ലപോലെ അറിയാം. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് പോകുന്നുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ കൂട്ടത്തില്. അതിൽ ജിൻഡോ പറയുന്ന ഒരു വാലിഡ് പോയിന്റ് ആണ്. നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് അയാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും പുള്ളി മിണ്ടാതിരിക്കുകയാണ്. അത് രതീഷിന്റെ ഒരു ഗെയിം ആണെന്നാണ് ജിൻഡോ പറയുന്നത്. അതാണ് ഈ കാര്യത്തിൽ എനിക്കും തോന്നുന്നത് കേട്ടോ. ജിൻഡോ ഒഴികെയുള്ള എല്ലാവർക്കും രതീഷിനെ ഒടുക്കത്തെ പേടിയാണ്, പ്രത്യേകിച്ച് ജബ്രികൾക്ക്. അവരുടെ നാണം കെട്ട കളി പൊളിച്ചെടുക്കാൻ പുള്ളിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു തർക്കത്തിനിടയിൽ ഗബ്രി PR കൊടുത്തിട്ടുണ്ടായിരുന്ന രീതിയിൽ ജിൻഡോ ഒരു സ്റ്റേറ്റ്മെന്റ് അടിക്കുന്നുണ്ട്. രതീഷിന്റെ PR ഗബ്രിയുടെ അത്രയും സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് രതീഷ് പുറത്തേക്ക് പോയത് എന്നാണ് ജിൻഡോ ഉദ്ദേശിച്ചത്. ഗബ്രി അവിടെ കടന്ന് കരഞ്ഞു കൂകി നിലവിളിച്ച് നടപ്പുണ്ട്. ഈ ആഴ്ച ഔട്ട് ആവാനുള്ളതാണ്, ഔട്ട് ആവുമോ എന്നൊക്കെ കണ്ടറിയാം. വോട്ടൊക്കെ ഭയങ്കര കുറവാണെന്നാണ് കേൾക്കുന്നത്. രതീഷ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതും കൂടി ആയതോടെ ഗബ്രിക്ക് കരച്ചിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയായി പോയി. ആര് ഗബ്രിക്കെതിരെ കളിക്കാൻ വന്നാലും അവർ തഴുന്നാകുന്ന ഗെയിമേഴ്സ് ആണ് ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം. ജിൻഡോ തഴുന്നാകുന്ന ഗെയിമറാണ്, ഞാൻ തഴുന്നാകുന്ന ഗെയിമറാണ്. അപ്പൊ ഞങ്ങൾ എന്തുട്ടാടാ വേണ്ടത്? നിന്നെ പൂവിട്ട് പൂജിക്കണോ ഞങ്ങള്? അത് പൊളിച്ചടിക്കുക കേട്ടോ. രതീഷിന്റെ മരണമാസാണ് ലൈവിനകത്ത്. ഗബ്രിയുടെ കരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രതീഷിനെ ഗെയിമറാക്കല്ലേ, അയ്യോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് നിലവിളിയാണ്, നിലവിളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതാണ് ലൈവിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ സീനാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട്